Comes in February, that will be celebrated separately. This is the concluding celebration of the 175th birthday of Sri Ramakrishna. We had the traditional worship from 5 o'clock. Two Samadhis came from Coimbatore who were experts in ritualistic worship, and they have done it all splendidly well. Sri Ramakrishna is seated, satisfied, happy by their puja, and which was followed by Agni Devata. ഓരോ ഹോമത്തിനും അതിൻ്റെതായ പേരുണ്ട്. ഇന്ന് നമ്മളിവിടെ നടത്തിയ ഹോമം ശ്രീരാമകൃഷ്ണ അഗ്നിയാണ്. അഗ്നിയിൽ എന്ത് ഹോമിച്ചാലും എന്ത് നിവേദിച്ചാലും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തും. അത് കഴിഞ്ഞു. We had a melodious program of music by Srimati Amritamraju. Now we will have our Jayanti Sammelan. Swamiji is our chief, Swami Samagranandaji Maharaj is our chief guest. He has been here the head of the center for more than 15 years. Reverend Jayatranandaji Maharaj built this beautiful temple for Sri Ramakrishna. And it was Swami Samagranandaji Maharaj who stabilized these activities and its finances. And he is the most senior Swamiji of the Ramakrishna order in Kerala.
And therefore, Swamiji is our chief guest. We have so many Swamijis have come from different centers. So many devotees have come, and now the responsibility assigned to welcome, to offer a formal welcome, to offer a garland for the chief guest, and also propose a welcome, to give a welcome speech is by Dr. Venugopal, Dr. Rama P. Venu. Dr. Venugopal is very familiar to us, to Tiruvalla Ashram, but he is not very familiar to the devotees. He is a successful professor and a physician, popular physician in Chicago for the last 30-35 years. He has come all the way for participating in this function, and his participation has given a different dimension, refreshing dimension to our celebration. I request Dr. Venugopal to offer the garland to Swami Maharaj and also propose the welcome to the guest Swamijis and to all the guests. Sambhujiraya Sri Swami Golokanand Maharaj, Sri Swami Samagranandaji Maharaj, ഭക്തജനങ്ങൾ ആയ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പരിപാവനമായ ഈ ആശ്രമ അങ്കണത്തിൽ എത്തിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും, നമ്മളെല്ലാവരും തന്നെ ശ്രീ ശങ്കര ഭഗവത്പാദരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവാനുഗ്രഹമുള്ളവരാണ്. ദൈവാനുഗ്രഹത്തിന് കാരണമായിട്ട് ശങ്കരാചാര്യർ 3 കാര്യങ്ങളാണ് കാരണങ്ങളെന്ന് പറയുന്നത്. ഒന്ന് മനുഷ്യത്വം. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ജനിക്കുക. നമ്മളെല്ലാവരും മനുഷ്യനായി ജനിച്ചു. രണ്ടാമത് മുമുക്ഷത്വം. മനുഷ്യനായി ജനിച്ചാൽ പോരാ, ഈശ്വരനെ കാണുവാനും ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു അഭിവാഞ്ച ഉണ്ടാകും. മൂന്നാമത്തെ കാരണം മഹാപുരുഷ സംശ്രയ. മഹാപുരുഷന്മാരുമായി ഈശ്വരജ്ഞാനമുള്ളവരുമായിട്ടുള്ള സമ്പർക്കം. അതാണ് ഇന്ന് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈശ്വരജ്ഞാനികളായ അനവധി സന്യാസിമാർ, അവരുടെ സമ്പർക്കം. ശങ്കരാചാര്യർ താൻ എഴുതിയ പ്രസിദ്ധമായ വിവേക ചൂടാമണിയിലെ 3ാമത്തെ ശ്ലോകത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദുർലഭം ത്രയം ഏതൈവ ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ. ഇന്ന് ഗോലോകാനന്ദ മഹാരാജ് എന്നെ 2 കാര്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യും. രണ്ടാമത്, ശ്രീ സമഗ്രാനന്ദ സ്വാമിജിയെ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. അതിനുശേഷം ഹാരാർത്ഥം അർപ്പിക്കുക. സ്വാമിജി വളരെ സ്ട്രിക്റ്റാണ്. എനിക്ക് വെറും 10 മിനിറ്റ് തന്നിട്ടുള്ളൂ. സ്വാമിമാരെ ദേഷ്യപ്പെടുന്നത് എല്ലാവരുമല്ലോ. ആദ്യമായിട്ട് ഞാൻ ഒരു കർത്തവ്യം കൂടെ നിറവേറ്റിക്കൊണ്ടേ ഈ ഫംഗ്ഷന് വേണ്ടി ഏറ്റവും അധികം ശ്രമം നടത്തിയ മിസ്റ്റർ രാധാകൃഷ്ണന് ഏകദേശം 175 വർഷങ്ങൾക്ക് മുൻപ് പശ്ചിമ ബംഗാളിലെ പ്രകൃതി രമണീയമായ ഒരു ചെറിയ ഗ്രാമത്തിൽ കുമാർപക്കൂറിലാണ് രാമകൃഷ്ണദേവൻ ഗദാധരൻ എന്ന പേരിൽ ജനിച്ചത്. ഏകദേശം 17 വയസ്സായപ്പോൾ രാമകൃഷ്ണദേവൻ തൻ്റെ ജ്യേഷ്ഠൻ രാമകുമാറും ഒന്നിച്ച് കൽക്കട്ടയിലേക്ക് താമസമായിരുന്നു. അവിടെ ഭവതാരിണീ ദേവിയുടെ പൂജാരിയായി ജോലി നോക്കി. ജന്മം മുതലേ ഈശ്വരോന്മുഖമായ ഒരു ജീവിതമായിരുന്നു രാമകൃഷ്ണദേവൻ്റെ. കൽക്കട്ടയിൽ വന്നതിന് ശേഷം ഭവതാരിണീ ദേവിയെ നേരിൽ കാണുക,
അവതാരിണി ദേവിയുടെ ദർശനം ലഭിക്കുക. ഇതൊന്നു മാത്രമായിരുന്നു രാമകൃഷ്ണദേവൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി വലിയ സാധനകളിൽ കൂടി രാമകൃഷ്ണദേവൻ കടന്നുപോയി. രാത്രികാലങ്ങളിൽ എല്ലാ ഭൂതജാലങ്ങളും ഉറങ്ങിക്കിടക്കുമ്പോൾ രാമകൃഷ്ണദേവൻ പഞ്ചവടിയിൽ പോയി ധ്യാനനിരതനായിരിക്കുമായിരുന്നു. സാഖ്യയോഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി. ഏതൊന്നാണോ എല്ലാ ഭൂതജാലങ്ങൾക്കും രാത്രിയായിരിക്കുന്നത്, അപ്പോൾ ഒരു യഥാർത്ഥ യോഗി ധ്യാനനിരതനായിരിക്കുന്നു. അങ്ങനെ ഈ കഠിന തപസ്സിൻ്റെ പരിണതഫലമായി അവതാരിണി ദേവി രാമകൃഷ്ണദേവന് ദർശനം കൊടുത്തു. അതിനുശേഷം ദക്ഷിണേശ്വരത്തിലേക്ക് ഒരു വലിയ ജനപ്രവാഹം തന്നെയായിരുന്നു. രാമകൃഷ്ണദേവനെ തൻ്റെ പ്രസിദ്ധ ശിഷ്യനായ വിവേകാനന്ദ സ്വാമിജി ഒരു അവതാര പുരുഷനായിട്ടാണ് ചിത്രീകരിച്ചത്. അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഒരു അവതാര പുരുഷൻ എന്ന് പറയുമ്പോൾ സാധാരണക്കാർ ഓർക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമചന്ദ്രനെയുമാണ്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ രാമകൃഷ്ണദേവന് മയിൽപീലിയോ മകരകുണ്ടലങ്ങളോ ഒന്നുമില്ലായിരുന്നു. സാമ്രാജ്യമോ സിംഹാസനമോ രാമകൃഷ്ണദേവനില്ലായിരുന്നു. ഒരു വെറും സാധാരണക്കാരനെന്ന് തോന്നിക്കുന്ന സാധാരണമായ യോഗീശ്വരനായിരുന്നു രാമകൃഷ്ണദേവൻ. രാമകൃഷ്ണദേവനെ ധാരാളം ആളുകൾ അവിടെ വന്ന് കണ്ടു. രാമകൃഷ്ണദേവൻ കൊടുത്ത ഉപദേശങ്ങൾ കണ്ടവരെല്ലാം നമ്മെപ്പോലെ ഉള്ളവരായിരുന്നു. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് അവരും നേരിട്ടിരുന്നത്. അതുകൊണ്ട് രാമകൃഷ്ണദേവൻ്റെ ഉത്തരങ്ങൾക്ക് വളരെ വളരെ പ്രായോഗിക സാധ്യതകളും പ്രയോജനവും നമുക്കുണ്ട്. അതുകൊണ്ടാണ് രാമകൃഷ്ണദേവൻ നമ്മുടെ ജനറേഷൻ്റെ അവതാരപുരുഷനായത്. അങ്ങനെ രാമകൃഷ്ണദേവനെ വന്ന് കണ്ട കൂട്ടത്തിൽ ഫെബ്രുവരി 28, 1882 ഒരു പ്രത്യേക സന്ദർശകൻ ദക്ഷിണേശ്വരത്തെത്തി. ഇത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സന്ദർശനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മഹേന്ദ്രനാഥ ഗുപ്ത എന്നായിരുന്നു. അദ്ദേഹം രാമകൃഷ്ണദേവനോട് ഒരു ചോദ്യം ചോദിച്ചു. ഇത് നമ്മളുടെ ചോദ്യമായിരുന്നു, നമുക്കുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഗാർഹിക ജീവിതം നയിക്കുന്ന എനിക്ക് എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നത്? അതിന് രാമകൃഷ്ണദേവൻ 4 പോയിന്റ്സായിട്ടാണ് ഉത്തരം പറഞ്ഞത്. ഈ ഉത്തരം ശ്രദ്ധിച്ചു വരുമ്പോഴും ഈ ഉത്തരത്തിന് മഹത്തായ ആത്മീയ സാധ്യതകളും മഹത്തായ പ്രായോഗിക സാധ്യതകളുള്ള ഒരു ഉത്തരമായിരുന്നു. രാമകൃഷ്ണൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈശ്വര സങ്കീർത്തനം ചെയ്യൂ, ഈശ്വര ഭക്തന്മാരുമായി സത്സംഗം നടത്തൂ, ഏകാന്തത്തിൽ പോയി ഈശ്വരനെ ധ്യാനിക്കൂ, ഈശ്വരജ്ഞാനമുള്ളവരുമായി സമ്പർക്കം പുലർത്തും. ഈ ചോദ്യത്തിന്റെ പരിണതഫലമായിട്ടാണ് വിവേകാനന്ദ സ്വാമികൾ ആത്മീയ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആശ്രമങ്ങൾ വനമധ്യത്തിൽ നിന്ന് നഗരമധ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് എല്ലാവർക്കും സന്യാസികളെ കാണാൻ പറ്റും. അങ്ങനെ ഏകദേശം 3000 രാമകൃഷ്ണ സന്യാസിമാരെ രാമകൃഷ്ണൻ ഉണ്ടാക്കി കഴിഞ്ഞു. അനവധി ആശ്രമങ്ങൾ. ആരാണ് ഈ രാമകൃഷ്ണ സന്യാസിമാർ? എന്താണ് നമ്മൾക്ക് അവരെ കൊണ്ട് ലഭിക്കേണ്ടത്? ഇതിന് ഉത്തരം അറിയണമെങ്കിൽ നമുക്ക് യുഗയുഗങ്ങളോളം പിന്നോക്കം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. ഹിന്ദു മതത്തിന്റെ അഥവാ സനാതന ധർമ്മത്തിന്റെ അടിത്തറ നിലകൊള്ളുന്നത് വേദങ്ങളിലാണ്. വേദം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പുസ്തകത്തെയല്ല ഉദ്ദേശിക്കുന്നത്. വേദം അഥവാ ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ തന്നെ നിർഗളിതമായ, ഭഗവാൻ തന്നെ നേരിട്ട് കാണിച്ചു കൊടുത്ത് വെളിപ്പെടുത്തി കൊടുത്ത അറിവുകളാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. ബൃഹദാരണ്യ ഉപനിഷത്തിൽ വേദങ്ങൾ ഇവം വിവസ്വതേ യോഗം ഭോക്തവാനഹം, ഞാൻ തന്നെ പാടിക്കൊള്ളാണ് ജ്ഞാനവും എന്ന് പറയുന്ന തെളിവുകളാണ്. ആ ഋഷിമാർക്ക് കിട്ടിയ ഈ ജ്ഞാനം പരമ്പരാഗതമായി വന്ന് ഒരു ജ്ഞാനധാര ഇന്ന്
രാമകൃഷ്ണ വിവേകാനന്ദന്മാർ കൂടി ഈ സന്യാസിമാരുടെ എത്തിയിരിക്കുകയാണ് ഈ ജ്ഞാനധാര. അതാണ് രാമകൃഷ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെ നമസ്കരിക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണനെ പറഞ്ഞിട്ടുണ്ട്, അത്തിഥി പ്രതിപാദന. അവരെ നമസ്കരിക്കുന്നത് കൊണ്ടും പരിപ്രശ്നേന നമസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല, അതിനുമായി റിലീജിയസ് സ്പിരിച്വൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ ആധ്യാത്മിക ജ്ഞാനമുള്ളവരായി തീരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ രാമകൃഷ്ണ ആശ്രമത്തിൽ ഉണ്ടായിട്ടുള്ള സന്യാസിമാരിൽ അതിശ്രേഷ്ഠനായ ഒരു സന്യാസിയാണ് ശ്രീ ശ്രീ സ്വാമി സമുദ്രാനന്ദ മഹാരാജ്. ഏകദേശം 60 വർഷത്തിലധികമുള്ള ഒരു സന്യാസ ജീവിതം. അധ്യായം 5 ഭഗവത്ഗീത ശ്ലോകം 3. എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? ജ്ഞേയം സ നിത്യസന്യാസി ന ദ്വേഷ്ടി ന കാംക്ഷതി. നിങ്ങളെല്ലാവരും അറിഞ്ഞോളൂ, ആരാണ് ഒരു നിത്യസന്യാസി? നിങ്ങൾക്ക് അറിയണമോ ആരാണ് ഒരു നിത്യസന്യാസി? ഞാൻ പറഞ്ഞുതരാം. ഭഗവാൻ പറയുന്നത് ന ദ്വേഷ്ടി, ആരോടും ദ്വേഷ്യമില്ലാത്തയാളും, ന കാംക്ഷതി, യാതൊന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ് സത്യ സന്യാസി. മൂന്നാമത്തെ പോയിന്റ് ബൃഹദാരണ്യ ഉപനിഷത്തിൽ ഒരു പരിവ്രാജകനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ഉപനിഷത്തുകളിൽ വെച്ച് അതിമനോഹരവും ബൃഹത്വവും ശങ്കരാചാര്യ സ്വാമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപനിഷത്താണ് ബൃഹദാരണ്യ ഉപനിഷത്ത്. ആത്മാവിന്റെ അഭംഗുരമായ വാച്യമായ സൗന്ദര്യത്തെ ഇത്രയധികം വർണ്ണിച്ചിട്ടുള്ള, അവകാശം വർണ്ണിച്ചിട്ടുള്ള ഒരു ഉപനിഷത്തില്ല. ആ ഉപനിഷത്തിൽ ആത്മാവിനെ പറ്റി പറയുന്ന കൂട്ടത്തിൽ ഉപനിഷത്തുകളിലെ നിത്യജ്യോതിയായ നിത്യനക്ഷത്രമായ യാജ്ഞവൽക്യൻ ഒരു പരിപ്രാജകനെ പറ്റി പറയുന്നത്. ആരാണ് പരിപ്രാജകൻ? ഇതം ഏവ പരിപ്രാജിയോ ലോകം ഇച്ഛന്തി പരിവർത്തനം. അതായത് ആത്മജ്ഞാനത്തിന് വേണ്ടി മാത്രം. സാഷ്ടാംഗ നമസ്കാരം. സ്വാമിജിയുടെ ജീവിതം ഭാരതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ ഒരു മിന്നിത്തിളങ്ങുന്ന ജ്യോതിസാണ്. അവസാനത്തെ ശ്ലോകമാണ്. വെളിച്ചമേ നയിച്ചാൽ രാമകൃഷ്ണൻ പ്രാർത്ഥിക്കാം. ജ്യോതിഷായ വെളിച്ചമേ നയ നയിക്കൂ സുബധേ, എന്നെ നല്ല വഴിയിലേക്ക് നയിച്ചാൽ. ഇത്രയും വേഗം എൻ്റെ ഈ ചെറിയ പ്രസംഗം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ ശ്രീരാമകൃഷ്ണൻ. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി. ഇത്രയും അധികം സന്യാസിമാരെ കൂടിയിരിക്കുന്ന ഒരു ഫംഗ്ഷനിൽ വന്ന നിങ്ങൾ എല്ലാവരും മഹാഭാഗ്യമുള്ളവരാണ്. വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, തന്മാത്രകൾ ഇങ്ങനെ എനർജി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാമിജിമാര് ചിലരെ വളരെ ദൂരം യാത്ര ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈശാവാസ ഉപദേശത്തിന്റെ അവസാനത്തിൽ പറയുന്ന പോലെ ഭുയിഷ്ടം മേ നമോക്തി വിധേയ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭുയിഷ്ടം ധാരാളം നമോക്തി വിധേയ. ഓം ശാന്തി ശാന്തി ശാന്തി. 75ാമത് ജന്മവാർഷികത്തോടെ അനുബന്ധിച്ച് ഇവിടെ സ്വാമിജിമാർ, അമ്മമാർ, കുഞ്ഞുങ്ങൾ, ഗുരുജനങ്ങൾ
ഡോക്ടർ വേണുഗോപാൽ ഷിക്കാഗോ ആശ്രമത്തിലൊരു ക്ലോസ് ഡിവോട്ടിയാണ്. രാധാകൃഷ്ണൻ, കൃഷ്ണകുമാർ, കമാൻഡർ അതായത് പരമേശ്വരക്കുറുപ്പ്, ഉപരിയായിട്ട് ഗോലോകാനന്ദ സ്വാമിജി, സ്വപ്രഭാൻ സ്വാമി, മറ്റ് സ്വാമിജിമാരെ എല്ലാവരും തന്നെ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും താല്പര്യത്തോടും കൂടി ഭഗവത് സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ചു. അപ്പോൾ സീതാദേവിയും അവതരിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു. ശ്രീ രാധാദേവിയും അവതരിച്ചു. ഭഗവാൻ രാമകൃഷ്ണനായിട്ട് അവതരിച്ചു. ശാരദാദേവിയും അവതരിച്ചു. കമാർപുകൂറിൽ ക്ഷുതിരാം ചട്ടോപാധ്യായ, അദ്ദേഹം ഒരു വലിയ ഭക്തനായിരുന്നു, ഈശ്വര ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹർമണിയാണ് ചന്ദ്രമണി ദേവി. കാമാർപുക്കൂറിലാണ് അവർ താമസിച്ച് വന്നത്. ക്ഷുതിരാം ചട്ടോപാധ്യായ ഒരിക്കൽ തൻ്റെ ഒരു ഉറ്റ ബന്ധുവിനെ കാണാൻ വേണ്ടി തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. കമാർപുക്കൂറും ചുറ്റുമുള്ള ഗ്രാമങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളാണ്. അപ്പോൾ പോകുന്ന വഴി ഒരു കാട്ടുപ്രദേശത്തിൽ കൂടി വേണം പോകാൻ. കുറച്ച് ദൂരം അങ്ങോട്ട് ഏതാനും നല്ലൊരു ദൂരം പോയി. അപ്പോൾ ഒരു കാട്ടുപ്രദേശമായി. അവിടെ നല്ല പുഷ്പങ്ങളുള്ള നല്ല മനോഹരമായ സൗരഭ്യമുള്ള നല്ല പുഷ്പങ്ങൾ, വിടർന്ന പുഷ്പങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ചെടികളും വൃക്ഷങ്ങളും അവിടെ കാണുകയുണ്ടായി. അപ്പോൾ ക്ഷുതിരാമൻ തൻ്റെ ബന്ധുവീട്ടിൽ പോകേണ്ട കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി. ഈ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളെ കണ്ടപ്പോൾ, ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയത് തൻ്റെ ഇഷ്ടദേവനായ രഘുവീരനെയാണ്. അപ്പോൾ നല്ല പുഷ്പങ്ങളൊക്കെ ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുത്ത് വളരെ ഭക്തിപൂർവ്വം തിരിച്ച് കമാർപുക്കൂറിലേക്ക് പോവുകയാണ്. പോയി തൻ്റെ ഇഷ്ടമൂർത്തിയായ ഇഷ്ടദേവതയായ രഘുവീരൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അത്രയ്ക്കൊരു വലിയ ഈശ്വര ഭക്തനായിരുന്നു ക്ഷുതിരാമൻ. അദ്ദേഹത്തിൻ്റെയും ചന്ദ്രമണി ദേവിയും അതുപോലെ തന്നെ ഒരു വലിയ ഉത്തമ ഭക്തിയായിരുന്നു. അവരുടെ മകനായിട്ടാണ് ഗദാധരൻ ജനിക്കുന്നത്. ഈ ഗദാധരനാണ് പിന്നീട് രാമകൃഷ്ണനായിട്ട് നാം അറിയുന്നത്. ക്ഷുതിരാമൻ ഒരിക്കൽ ഗയ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനത്തിന് പോവുകയുണ്ടായി. അവിടെ ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ക്ഷുതിരാമന് മഹാവിഷ്ണുവിൻ്റെ ദർശനമുണ്ടായി. ഏകദേശം ഇതേ സമയത്ത് തന്നെ ചന്ദ്രമണി ദേവി തൻ്റെ ഗ്രാമത്തിൽ കമാർപൂറിലുള്ള തൻ്റെ വീട്ടിനടുത്തുള്ള തന്നെ ആ കൊച്ചു ശിവക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ശിവലിംഗത്തിൽ നിന്നും ഒരു പ്രകാശം പരന്ന് ആ പ്രകാശം തന്നിലേക്ക് ലയിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ചന്ദ്രമണി ദേവിക്കുണ്ടായത്. ഗ്രാമവാസികൾക്കൊക്കെ ഗദാധരനെ വലിയ സ്നേഹമായിരുന്നു. മാത്രമല്ല ഗദാധരൻ്റെ അച്ഛനെയും അമ്മയെയും വളരെ ബഹുമാനമായിരുന്നു. കാരണം അവർക്ക് ഗ്രാമവാസികളുടെ ക്ഷേമം നോക്കുമായിരുന്നു. പിന്നീട് ബാല്യകാലത്തിന് ശേഷം ഗദാധരൻ ദക്ഷിണേശ്വര ക്ഷേത്രത്തിൽ പോയി കാളി മാതാവിന്റെ പൂജ ചെയ്യാൻ ആരംഭിച്ചു. ഭഗവാൻ കാളി മാതാവിനെ ആരാധിച്ചു. കാളി മാതാവിനെ പ്രത്യക്ഷമാണ്. അപ്പോൾ ഈശ്വരനുണ്ട്. ഈശ്വരനെ കാണാൻ സാധിക്കും. അപ്പോൾ ഈശ്വരനെ കാണാൻ നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കാണാനുള്ള വ്യാകുലത അതുണ്ടാകും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കാണാനുള്ള വ്യാകുലത ഉണ്ടെങ്കിൽ നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കും. ഈശ്വരാത്മം ഉണ്ടാകും. ദക്ഷിണേശ്വര ക്ഷേത്രത്തിൽ താമസിക്കുന്ന അവസരത്തിലാണ് നരേന്ദ്രൻ തുടങ്ങിയ ചെറുപ്പക്കാർക്ക് ഭഗവാനെ കാണാൻ വന്നത്. അങ്ങനെ ചെറുപ്പക്കാരായിട്ടുള്ള നല്ല പവിത്രമായിട്ടുള്ള പരിശുദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരാണ് അവർ പിന്നീട് ഭഗവാന്റെ നേരെ ഡയറക്റ്റ് ഡിസൈപ്പിൾസായിട്ട് മാറുകയാണ്. എല്ലാ മതങ്ങളും ഉണ്ടായി. എല്ലാ മതങ്ങളും അദ്ദേഹം അഭ്യസിക്കുന്നുണ്ടായി.
അപ്പോൾ സത്യം ഈശ്വരൻ ഒന്നാണ്. പക്ഷെ നാം പല വഴികളിൽ കൂടി ഈശ്വരനെ കാണാൻ ശ്രമിക്കുന്നു. വിവേകാനന്ദ സ്വാമികളാണ് രാമകൃഷ്ണന്റെ മെസ്സേജ് എല്ലാം ലോകമെമ്പാടും കൊടുക്കുന്നത്. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പ്രഭാഷ പരമ്പരയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കൽക്കട്ടയിലുള്ള ഒരു ഭക്തന്റെ വീട്ടിൽ ശ്രീരാമകൃഷ്ണന്റെ പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. നവഗോപാൽ ഘോഷ് എന്നുള്ള ഭക്തന്റെ വീട്ടിലാണ് ഭഗവാൻ വിവേകാനന്ദ സ്വാമികൾ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ പ്രതിഷ്ഠാകരണം നടത്തുമ്പോൾ സ്വാമിയുടെ വായിൽ നിന്ന് ഉത്തർന്ന വീണ ഒരു മന്ത്രമാണ് സ്ഥാപകമായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാര പരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഇത് ഈ ഭാവമാണ് ഇപ്പോൾ എല്ലാ ആശ്രമങ്ങളിലും ദീപാരാധന സമയത്ത് ശ്രീരാമകൃഷ്ണദേവന്റെ സഹധർമ്മിണിയാണ് ശാരദാദേവി. ശാരദാദേവിയെ ഭഗവാൻ കണ്ടിരുന്നത് അമ്മയായിട്ട് തന്നെയാണ്, ഭവതാരിണി ദേവിയായിട്ട് തന്നെയാണ് രാമകൃഷ്ണദേവൻ ശാരദാദേവിയെ കണ്ടിരുന്നത്. മാത്രമല്ല ശാരദ സരസ്വതി ആണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അമ്മ തന്നെ കാണിച്ചു കൊടുത്തു. അകത്തിരുന്നുകൊണ്ട് വാസന ദേവിക്ക് ഇത് മുഴുവൻ കാണാൻ സാധിച്ചു. ജഗദ്ധാത്രിയെ ജീവനോടെ സാക്ഷാൽ ജഗദ്ധാത്രി ദേവിയെ കാണാൻ സാധിച്ചു. അപ്പോൾ ശാരദ മറ്റാരുമല്ല, ജഗദ്ധാത്രി ദേവി തന്നെയാണ്. ഇത് അമ്മ തന്നെ ഞങ്ങളോട് പറഞ്ഞതാണ് ഞങ്ങൾ പോയപ്പോൾ കമാർപൂറിൽ. ഇപ്പോൾ ഉണ്ടോ അമ്മ? ഉണ്ടാകാൻ സാധ്യതയില്ല. അന്ന് തന്നെ വളരെ വയസ്സായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞത് ഭഗവാന്റെ അവതാരം തന്നെയാണ് രാമകൃഷ്ണദേവൻ. ശാരദ ആ ശക്തി സ്വരൂപിണിയാണ്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഈ സുദിനത്തിൽ എല്ലാവർക്കും ഐശ്വര്യവും സമ്പത്തും ഈശ്വരകാര്യവും എല്ലാം നേർന്നുകൊണ്ട് ഈ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പുണ്യദിനത്തിൽ നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി പല ആശ്രമങ്ങളിൽ നിന്നും സ്വാമിജിമാർ വന്നിട്ടുണ്ട്. ദേവരാജാനന്ദ സ്വാമിജി ബംഗാളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശ്രമത്തിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഭദ്രേശാനന്ദ സ്വാമിജി എറണാകുളം സെൻറ്ററിൽ നിന്ന് എത്തിയിട്ടുണ്ട്. വാമദേവാനന്ദജി പാലാ ആശ്രമത്തിൽ നിന്ന്. സ്വാമി ഐ റിക്വസ്റ്റ് സ്വാമി അമലേശാനന്ദജി, the head of our Kaladi center, to come to address us. Only the time limit is there. Kathamritam tapta jeevanam kaviriritam kalmushabham Shravanmangalam Srimadatam Bhuvikranti. Most revered Srimad Swami Golokanandaji Maharaj, revered Swami Samagranandaji Maharaj, all our revered and dear brothers sitting in front of me, Sri Venugopal, Sri Parmeshwar Kurupji, Sri Radhakrishnaji, and dear devotees. We have been experiencing great joy since morning through puja, bhajan, japa, kirtan, etc. Discourses, all God's name and chanting of God's name and glory. This is a different kind of joy which we are derived today from this function, day-long function. Sri Ramakrishna is to classify this joy as bhajanananda. Ananda, joy from chanting the names and glory of God, names and glories of God. This is a different kind of joy, a divine joy. Sri Ramakrishna, you will see,
There are various cheap photographs are there. What joy he is in. He is enjoying a supreme bliss. The Samadhi Chitra, if you see, this is one kind of sitting posture, meditation posture we see. Another which was taken by Keshav Chandra Sen with Sri Ramakrishna standing, and the close-up of Sri Ramakrishna's smile, you see what a divine bliss he was enjoying. And that is called Brahmananda. He was enjoying through and through that Brahmananda. He was in communion with God. Sarada Devi used to tell, present day people are very clever. They have taken the photograph of God himself, avatar. So it is called, we can say that Sri Ramakrishna was the incarnation of bliss. Shankaracharya we call incarnation of knowledge. Knowledge is predominant in it. Bhagavan Buddha is the incarnation of compassion. And Sri Ramakrishna we can call him as the incarnation of bliss. And he, every moment of his life, he used to enjoy this divine bliss. In the days of Dakshineshwar, you have read this gospel and Leelavati Sri Ramakrishna's divine play, Leela Prasanga, his life, biography. All throughout his book, laughter and laughter, taking fun, he's enjoying. There is bhajan, kirtan, picnic, and merrymaking. All these